ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ എന്താ തയ്യാറാക്കാൻ പോകുന്നത്? സിമ്പിളായിട്ടൊരു കേക്കാണ് തയ്യാറാക്കാൻ പോകുന്നത്. കാണാൻ നല്ല അടിപൊളിയായിട്ടുണ്ട്, കഴിക്കാനും നല്ല ടേസ്റ്റുള്ള കേക്കാണ്. അപ്പം നിങ്ങളെല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എത്തത്തുള്ളൂ. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടന്നാലോ? നല്ല സിമ്പിളാണ്, കാണാൻ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കേക്കാണ്. അപ്പം നമുക്ക് വീഡിയോ ആരും കട്ട് ചെയ്യൽ ഫുള്ളായിട്ട് കാണുക. അപ്പം നമുക്ക് ജാറെടുക്കാം, അതിലേക്ക് 2 മുട്ട ഒഴിക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. ചെറിയ കേക്കാണെങ്കിൽ അതാ 2 മുട്ട എടുത്തത്. 2 മുട്ട ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് അടിച്ചെടുത്ത് വരാം. നന്നായിട്ട് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അത് ബൗളിൽ ഒഴിച്ച് കൊടുക്കാം. ഇനി അടുത്തത് വാനില എസൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കൊരു ബൗളിൽ വെക്കാം. അതിലേക്ക് അരിപ്പ വെച്ച് കൊടുത്ത് നമുക്ക് 1 ഗ്ലാസ് മൈദപ്പൊടി ഇട്ട് കൊടുക്കാം. അല്പം ഉപ്പ്, അല്പം ബേക്കിംഗ് സോഡ, അല്പം സോഡാപ്പൊടി, അത് 3 കൂടി ഇട്ടിട്ട്, കൊക്കോ പൗഡർ വീട്ടിലുണ്ടെങ്കിൽ ഇട്ടാൽ മതി, ഇല്ലെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്കൊന്ന് അരിച്ചെടുക്കാം. ഒരു 3 പ്രാവശ്യം നന്നായിട്ട് മിക്സ് ചെയ്യണം. നല്ലപോലെ അരിച്ചെടുക്കണം 3 തവണ, എന്നാലേ കേക്ക് നന്നായിട്ട് പൊന്തി വരത്തുള്ളൂ. അപ്പോൾ അത് നന്നായിട്ട് അരിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ ആദ്യം അടിച്ചെടുത്ത് വെച്ചതെടുക്കാം. മുട്ടയിലേക്ക് നമുക്ക് കുറേശ്ശെ ഇട്ട് കൊടുക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ സമയത്ത് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാൻ അത് ക്യാമറ ഓഫായിരുന്നു ഇട്ടപ്പം പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം. ഞാനത് വീഡിയോ കിട്ടിയെന്ന് വിചാരിച്ചു, വീഡിയോ കിട്ടിയില്ലായിരുന്നു. അപ്പോൾ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ കുറേശ്ശെ പൊടി വിട്ട് നമുക്ക് നമ്മുടെ കൂട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കൂട്ട് നന്നായിട്ട് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് കേക്ക് ടിന്ന് റെഡിയാക്കാം. അപ്പം നമ്മുടെ കേക്ക് ടിന്നിലോട്ട് നമുക്ക് ബട്ടർ പേപ്പർ ഇട്ട് കൊടുക്കണം. കുറച്ച് ഓയിൽ നമുക്ക് ഒന്ന് തേച്ച് കൊടുക്കണം. ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഓയിൽ തേച്ച് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് തന്നെ കേക്ക് നമുക്ക് ചെയ്തെടുക്കാം. എല്ലാവരും വീടുകളിൽ അവനവൻ തന്നെ ചെയ്ത് അവനവൻ്റെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ്, കൊക്കോ പൗഡർ ഒന്നും ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല കേക്ക് തന്നെ നമുക്ക് കിട്ടും. സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കിൻ്റെ കൂട്ട് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്കിതൊന്ന് ടാപ്പ് ചെയ്യാം. അതിൻ്റെ ബബിൾസൊക്കെ ഒന്ന് പോവട്ടെ, നമുക്ക് ഇതൊന്ന് ടാപ്പ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അതിനകത്ത് ബൗളായിട്ട് പൊങ്ങി വരുന്നുണ്ട്. അതെല്ലാം പോകുന്നിടം വരെ നമ്മളൊന്ന് തട്ടിക്കൊടുക്കുക. അപ്പം നമുക്ക് കുക്കർ റെഡിയാക്കാം. കുക്കറിലാണ് വയ്ക്കുന്നത്. അപ്പോൾ കുക്കർ ഞാനൊരു 2 മിനിറ്റ് ഒന്ന് ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്കൊരു സ്റ്റാൻഡ് ഇറക്കി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ കേക്ക് ടിന്നും കൂടി അതിലേക്ക് വെച്ച് കൊടുക്കാം. നമുക്ക് ഒരു 40 മിനിറ്റ് സമയം നമ്മൾ എടുത്തിട്ടുണ്ട് ഇത് കുക്കാവാൻ വേണ്ടിയിട്ട്. നമുക്ക് അടച്ചു കൊടുക്കാം. അടച്ച് കൊടുത്തതിന് ശേഷം നമുക്കൊരു 40 മിനിറ്റ് കഴിഞ്ഞ് നമ്മുടെ കേക്ക് റെഡിയായെന്ന് നോക്കാം. നമ്മുടെ കേക്ക് ഒട്ടുന്നൊന്നുമില്ല, കറക്റ്റായിട്ട് നമ്മുടെ കേക്ക് കിട്ടിയിട്ടുണ്ട്. കറക്റ്റായിട്ട് പൊന്തി വന്നിട്ടുണ്ട്, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കത് കേക്ക് കുക്കറിൽ നിന്ന് മാറ്റാം. ഇത് അല്പം പാലിൽ കോൺഫ്ലവർ കലക്കിയതാണ്. അപ്പം നമുക്ക് കലക്കി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പാനിൽ അല്പം പാൽ ചൂടാക്കാം. ചൂടാക്കിയ പാലിലേക്ക് നമുക്ക് ഈ കോൺഫ്ലവർ കലക്കിയത് ഒഴിച്ചു കൊടുക്കാം. അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആവട്ടെ. ഒരു 3 സ്പൂൺ പഞ്ചസാരയും കൂടെ
ചേർത്ത് കൊടുത്ത് നന്നായിട്ടിത് മിക്സാക്കി എടുക്കാം. അതിനുശേഷം നമുക്ക് അല്പം ടൊമാറ്റോയുടെ ഫുഡ് കളർ നമുക്ക് ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടിതൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ട് നമുക്കിത് ഇളക്കിയെടുക്കാം. ഇതാണ് ഇതിൻ്റെ. പക്ഷേ ഇതില്ലാന്നുണ്ടെങ്കിൽ മാംഗോ പൾപ്പ് ഒഴിച്ചു കൊടുത്താലും മതി, അതും നല്ലത് തന്നെയാണ്. അപ്പോൾ കേക്ക് ടിന്നിൽ നിന്ന് കേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ ബട്ടർ പേപ്പർ മാറ്റാം. അതിനുശേഷം ഇത് രണ്ടായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തിട്ടുണ്ട്. നമ്മുടെ കേക്ക് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരല്പം ചരിവുണ്ട്. അപ്പം നമുക്കതിൽ നിന്ന് നമുക്കൊന്ന് കുറച്ച് ഇതിലോട്ട് എടുത്ത് വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. പഞ്ചസാര ലായനിയാണ്. നമ്മൾ പഞ്ചസാര ഒരു സ്പൂൺ പഞ്ചസാരയിൽ നമ്മൾ കുറച്ച് തിളപ്പിച്ച വെള്ളം ഒഴിച്ച് നമ്മളതൊന്ന് ലായനിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ഈ കേക്ക് നല്ല സ്പോഞ്ചി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ലായനി നമ്മൾ ഈ സമയത്ത് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ കേക്ക് തീർച്ചയായിട്ടും കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. കേക്ക് കഴിക്കുന്നത് നല്ല മധുരത്തോടെ കഴിക്കണം. അപ്പോൾ നമ്മൾ അത് ഒഴിച്ചു കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ക്രീമൊക്കെ തേച്ചിട്ടുണ്ട്. നമുക്ക് രണ്ടാമത്തെ ലെയറും കൂടി വെച്ച് ഒന്ന് സെറ്റ് ചെയ്യാം. ഇനി അടുത്ത അതിൻ്റെ മണ്ടയിലേക്കുള്ള ക്രീമും തേക്കാം. നന്നായിട്ട് തന്നെ നമ്മുടെ കേക്കും മണ്ടയിലെ തേച്ചിട്ടുണ്ട്. ക്രീമെല്ലാം നല്ല സെറ്റാക്കിയിട്ടുണ്ട്. അപ്പം നമ്മുടെ നമ്മൾ ആ കൂട്ടി വെച്ചേക്കുന്ന കളർ ഒഴിച്ച് അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതിനകത്ത് മാങ്ങാപ്പൾപ്പ് ഒഴിച്ചു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. കുട്ടികൾക്കൊക്കെ നമുക്ക് ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യപൂർവ്വം കൊടുക്കാം. കളർ നമുക്ക് ആഡ് ചെയ്യേണ്ട, ഒഴിവാക്കാം. നമുക്ക് ഇപ്പം മാങ്ങ ഇല്ലാത്തതിൻ്റെ പേരിലാണ് ഞാൻ ഒരല്പം കളറ് ചേർത്തത്. അപ്പം നമുക്ക് ഇത് നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. സൈഡിലോട്ടൊക്കെ നമുക്ക് ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് നല്ലൊരു ബ്യൂട്ടിഫുൾ കേക്കാക്കി മാറ്റാം. ഇങ്ങനെ ഇതിൻ്റെ മണ്ടയിൽ ചോക്ലേറ്റ് ഒഴിച്ചാലും നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് കിട്ടും. ഏത് കളർ വേണമെങ്കിലും ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് നമ്മുടെ കേക്കിനെ ഡെക്കറേറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ സൈഡിലോട്ടൊക്കെ വീണതൊക്കെ നമുക്ക് ഒന്ന് തുടച്ച് മാറ്റാം. ഇത് തണുത്തിട്ട് നല്ല ടേസ്റ്റായി കേക്ക് നമുക്ക് കഴിക്കാൻ. ഇപ്പോൾ ഇവിടെ ആണെങ്കിൽ കുട്ടികൾക്ക് ഡെയിലി എപ്പോഴും കേക്ക് വേണമെന്ന് എന്നോട് വഴക്കാം. വീഡിയോ ചെയ്തില്ലെങ്കിലും കേക്ക് വേണമെന്ന് എപ്പോഴും എൻ്റെ അടുത്ത് വഴക്കാം. അവർക്ക് കേക്ക് ഉണ്ടാക്കി ഇപ്പം കേക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് മാറിയേക്കുക. അപ്പം നമ്മുടെ കേക്കൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു രീതിയിലൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരും നിങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി നോക്കുക. അപ്പം നമുക്ക് അടുത്തതായിട്ട് വേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ മണ്ടയിലേക്ക് കുറച്ച് ഷുഗർ ബൗൾസ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. കാണാനും നല്ല ഭംഗിയുണ്ട്. അപ്പം ഞാനിത് കഴിച്ച് നോക്കിയപ്പോഴും നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പം നിങ്ങൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും അവനവൻ്റെ വീട്ടിൽ ഇതുപോലെ കേക്കൊക്കെ തയ്യാറാക്കി നോക്കുക. കമൻറ്റുകളൊക്കെ അയക്കുക. ഇതിലെന്തെങ്കിലും അഭിപ്രായം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റ് വഴി ചോദിക്കുക. തീർച്ചയായിട്ടും ഞങ്ങൾ അതിനുള്ള റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പം സബ്സ്ക്രൈബ് ചെയ്യുക, ആരും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പം നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പം നമ്മുടെ കേക്കൊന്ന് കട്ട് ചെയ്താലോ? അങ്ങനെ നമ്മൾ കേക്കും കട്ട് ചെയ്തു. നല്ല ടേസ്റ്റായിട്ട് 2 ലെയറായിട്ടാണ് നമ്മൾ ചെയ്തേക്കുന്നത്. വാവ്, സൂപ്പർ! 2 ലെയറായിട്ട് നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നല്ല വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ, ബൈ.